ഒരു ദുരന്തം വരുമ്പോൾ മലയാളിയുടെ സഹജീവി സ്നേഹം ലോകത്തിന് തന്നെ മാതൃകയാണ്. പരസ്പരം കൈകോർത്ത് പ്രതിസന്ധിയെ അതിജീവിക്കുന്ന മറ്റൊരു ജനതയുണ്ടാകില്ല. പ്രളയകാലത്തും പിന്നീട് പല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലകളിലും അർജുൻ എന്ന ചെറുപ്പക്കാരന് വേണ്ടി തെരച്ചിൽ നടത്തിയ ശിരൂരിലുമൊക്കെ നമ്മളത് കണ്ടതാണ്. എന്നാൽ പിന്നീട് എത്ര വേഗമാണ് ചില മലയാളികളുടെ മനസ്സ് ദുഷിച്ചതായി മാറുന്നത്. നമ്മുടെ ചിന്തകളിൽ വിഷം വിതയ്ക്കുന്നവരെയും മതഭ്രാന്തന്മാരെയും തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന അപകടം വലുതായിരിക്കും. ഇതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ലോറി ഉടമ മനാഫിനെ കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങളും കേസും. മനാഫിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പോലീസ് ഒഴിവാക്കുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാധാരണ മലയാളിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമാണ് ലോറി ഉടമ മനാഫിനെതിരായ ആരോപണങ്ങളും കേസുമൊക്കെ. മനാഫിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ അയാളുടെ നന്മയെ ഒരാൾക്കും വിസ്മരിക്കാൻ കഴിയില്ല. അർജുന്റെ കുടുംബത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം. പക്ഷെ പോലീസിനെങ്കിലും അല്പം വകതിരിവ് വേണ്ടേ? ആരാണിവിടെ ചേരിതിരിവിന് ശ്രമിച്ചത്? അർജുന്റെ കുടുംബത്തിനു നേരെ സൈബർ ആക്രമണം നടത്തിയതിൽ മനാഫ് എന്തു പിഴച്ചു? മനാഫിനെതിരെ കേസെടുത്തതിൽ പോലീസിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. ഒടുവിൽ ആ കേസ് ഒഴിവാക്കാനാണ് പോലീസിന്റെ നീക്കം. അതിനിടെ മനാഫും അർജുന്റെ കുടുംബവും തമ്മിൽ ധാരണയിലെത്തിയതായും വിവരമുണ്ട്. മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടത്തിയ 6 യൂട്യൂബർമാർക്കെതിരെയും ലോറി ഉടമ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ കമന്റിട്ട നിരവധി പേർക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. വർഗീയ വിദ്വേഷ പോസ്റ്റുകളും സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന കമന്റുകളും നടത്തിയവരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിക്കാൻ ഗൂഗിൾ കമ്പനിക്ക് കോഴിക്കോട് സൈബർ പോലീസ് കത്തെഴുതിയിട്ടുണ്ട്. ഇമെയിൽ വിലാസം, ഫോൺ നമ്പറുകൾ, IP വിലാസങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഗൂഗിളിൽ നിന്ന് വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ലോറി ഉടമ മനാഫിന്റെ പേരിലും കേസെടുത്തിരുന്നുവെങ്കിലും അർജുന്റെ കുടുംബത്തെ അധിക്ഷേപിക്കുന്നതോ വർഗീയ വിദ്വേഷം പരത്തുന്നതോ ആയ വീഡിയോകളൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അർജുന്റെ കുടുംബം പോലീസിന് നൽകിയ മൊഴിയിലും മനാഫിനെക്കുറിച്ച് പരാമർശമില്ല. എന്നാൽ മനാഫ് പോസ്റ്റ് ചെയ്ത വീഡിയോകൾക്ക് താഴെയാണ് അധിക്ഷേപ കമന്റുകളിൽ ഏറിയ പങ്കും വന്നത്. കമന്റിട്ടവർക്കെതിരെ കേസെടുത്ത മനാഫിനെ ഒഴിവാക്കാനാണ് നീക്കം. കമ്മീഷണർ T. നാരായണന് അർജുന്റെ സഹോദരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് ചെവായൂർ പോലീസ് മനാഫിനെതിരെ കേസെടുത്തത്. സാമുദായിക സ്പർദ്ധ വളർത്തുന്നതും കലാപത്തിന് സാധ്യതയൊരുക്കുന്നതുമായ സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചെന്ന കുറ്റം ചുമത്തിയാണ് കേസ്. മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കാൻ മനാഫും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും തമ്മിൽ ചർച്ച നടന്നു. മനാഫിനെതിരെ വാർത്താ സമ്മേളനം നടത്താനിടയായ സാഹചര്യം ജിതിനും താൻ ചെയ്ത കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണെന്ന് മനാഫും വിശദീകരിച്ചു. ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് മനാഫിനെതിരെ കുടുംബം മൊഴി നൽകാതിരുന്നതെന്നാണ് സൂചന. ന്യൂസ് 18 കോഴിക്കോട്. ബലാത്സംഗ കേസിൽ എന്തുകൊണ്ടാണ് നടൻ സിദ്ദിഖിനെ പോലീസ് ഇതുവരെയും ചോദ്യം ചെയ്യാത്തത്? ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയുടെ അന്തിമവിധി വരെയും കാത്തിരിക്കാനാണോ നീക്കം? എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ സിദ്ദിഖിനെ സംബന്ധിച്ച് അനിവാര്യമാണ്. കാരണം താൻ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്ന് കോടതിയെ ബോധിപ്പിക്കണം. അതിനാൽ ചോദ്യം ചെയ്യലിന് തയ്യാറെന്നറിയിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് സിദ്ദിഖ് ഇമെയിൽ സന്ദേശം അയച്ചു. ഇതോടെ നടനെ വിളിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കുമെന്നാണ് സൂചന. ഈ മാസം 22 വരെയും സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. അറസ്റ്റ് പാടില്ലെന്ന് കോടതി പറഞ്ഞ കാലയളവിൽ സിദ്ദിഖിനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നീട് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ അന്വേഷണ സംഘത്തിന് കഴിയും. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് സിദ്ദിഖിന്റെ നീക്കം. പിന്നീട് ചോദ്യം ചെയ്യുന്ന അവസ്ഥയും അറസ്റ്റിന് കളമൊരുങ്ങുകയും ചെയ്താൽ സിദ്ദിഖ് റിമാൻഡിൽ പോകേണ്ടി വരും. എന്നാൽ ഇപ്പോൾ മെയിൽ അയച്ചതുവഴി അന്വേഷണത്തോട് സഹകരിച്ചെന്ന് പിന്നീട് കോടതിയിൽ സ്ഥാപിക്കാം. അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് കടന്നില്ലെങ്കിൽ അക്കാര്യം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടാനുമാകും.
തുടർന്ന് അന്വേഷണ സംഘം കസ്റ്റഡി ആവശ്യപ്പെട്ടാൽ പ്രതിഭാഗം ഗൂഢാലോചന ആരോപിക്കുമെന്നതും ഉറപ്പ്. പ്രധാന നടനെ ജയിലിലടയ്ക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിന് ഉള്ളതെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിക്കും. ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് സിദ്ദിഖിന്റെ ഇമെയിലിനോടുള്ള അന്വേഷണ സംഘത്തിന്റെ പ്രതികരണം. 22-ന് തൊട്ട് മുൻപുള്ള ഏതെങ്കിലും ദിവസങ്ങളിലാകും സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്നാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. സിനിമാ മേഖലയിൽ യുവനടിമാർ മാത്രമല്ല ലൈംഗിക അതിക്രമത്തിന് ഇരകളായിട്ടുള്ളത്. നേരത്തെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു യുവാവ് പരാതി നൽകിയിരുന്നു. ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡറാണ്. മ്ലേച്ഛൻ ചലച്ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഷിജുവിനെതിരെയാണ് ട്രാൻസ്ജെൻഡർ രാഗാരഞ്ജിനി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുമോ എന്ന് ഷിജു ചോദിച്ചെന്നാണ് രഞ്ജിനിയുടെ ഫേസ്ബുക്കിലെ വെളിപ്പെടുത്തൽ. സിനിമാ മേഖലയിൽ നടക്കുന്ന പല അറിയപ്പെടാത്ത സംഭവങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പുറത്തു വന്നത്. ഇതിൽ ഒടുവിലത്തേതാണ് മ്ലേച്ഛൻ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർക്കെതിരായ ആരോപണം. മ്ലേച്ഛൻ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ഷിജുവിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് ട്രാൻസ്ജെൻഡർ രാഗാരഞ്ജിനിയാണ്. കൊച്ചിയിൽ ചിത്രീകരണം ആരംഭിച്ച സിനിമയിലേക്ക് 4 ട്രാൻസ്ജെൻഡറുകളെ വേണമെന്നാവശ്യപ്പെട്ടാണ് ഷിജു തന്നെ വിളിച്ചത്. ഇതിനിടെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് തന്നോട് ഇയാൾ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ആരോപണം. ഇതിനായി കൊച്ചിയിലെത്തണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടതായി രഞ്ജിനി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നു. പിന്നീട് താൻ ഇത് നിരസിച്ചുവെന്നും രാഗാരഞ്ജിനി വ്യക്തമാക്കി. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് നിരവധി യുവനടിമാരും കോഴിക്കോട് സ്വദേശിയുമായ യുവാവും നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ ആരോപണം ഉന്നയിക്കുന്നത്. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമോ എന്ന കാര്യവും രാഗാരഞ്ജിനി ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ദക്ഷിണേന്ത്യയിലെ മയക്കുമരുന്ന് കടത്ത് സംഘത്തിന്റെ തലവനാണ് ഇടുക്കി സ്വദേശി ഷാജിമോൻ എന്ന മൂർഖൻ ഷാജി. പശ്ചിമബംഗാൾ, ഒഡീഷ, ബീഹാർ, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഹാഷിഷ് ഓയിൽ നിർമ്മിച്ച് വിദേശത്തേക്ക് കടത്തുന്ന കണ്ണിയിലെ പ്രധാനി. ഇടുക്കിയിൽ കള്ളവാറ്റിൽ തുടങ്ങിയ ഷാജി സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലാണ് മയക്കുമരുന്ന് സാമ്രാജ്യം കെട്ടിപ്പടുത്തതും ഡോണായി വളർന്നതും. കഴിഞ്ഞ ദിവസം മധുരയ്ക്ക് സമീപം ധാരാപുരത്തുനിന്ന് പിടിയിലായതോടെ ഷാജിയുടെ ലഹരി കേന്ദ്രങ്ങളും സംഘാംഗങ്ങളും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ്. ഇനി ലഹരിമരുന്ന് കടത്തിലെ കണ്ണികളെ കൂടി കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ. ലോക്കൽ സ്റ്റേഷൻ കഴിഞ്ഞ 5 വർഷമായി എക്സൈസ് തേടി നടന്ന പ്രതിയാണ് ഇടുക്കി അടിമാലി പറത്താഴത്ത് വീട്ടിൽ ഷാജിമോൻ. മൂർഖൻ ഷാജി എന്ന് വിളിപ്പേരുള്ള ഷാജിമോനെ കഴിഞ്ഞ ദിവസം പുലർച്ചെ മധുരയ്ക്ക് സമീപം ധാരാപുരത്ത് വെച്ചാണ് എക്സൈസ് സംഘം അതിസാഹസികമായി കീഴ്പ്പെടുത്തിയത്. സംസ്ഥാനത്ത് 4 ലഹരിമരുന്ന് കടത്ത് കേസുകളിൽ റിമാൻഡിലായിരിക്കെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയ ഷാജി സുപ്രീം കോടതി ജാമ്യം റദ്ദ് ചെയ്തതോടെ ഒളിവിൽ പോവുകയായിരുന്നു. നക്സൽ മേഖലകളിലുള്ള സ്വാധീനമാണ് ദീർഘനാൾ ഒളിവിൽ കഴിയാൻ ഇയാളെ സഹായിച്ചത്. ഇതിനിടെ പാലക്കാട്ട് 22 കിലോ ഹാഷ് ഓയിൽ പിടികൂടിയ കേസിൽ ഷാജിക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി പ്രതിയേർത്തിരുന്നു. തുടർന്ന് എക്സൈസ് ക്രൈം ബ്രാഞ്ച് ഷാജിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തു. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് 50-കാരനായ ഷാജിയെ പിടികൂടിയത്. ലോക്കൽ സ്റ്റേഷൻ
ഇടുക്കിയിൽ കള്ളവാറ്റിൽ തുടങ്ങിയ ഷാജിമോൻ ഹാഷിഷോയിൽ തുറമുഖങ്ങൾ വഴി വിദേശത്തേക്ക് കടത്തുന്നതിലൂടെയാണ് അധോലോക നായകനായി മാറിയത്. കഴിഞ്ഞ മെയ്യിൽ തമിഴ്നാട്ടിലെ ശ്രീരംഗത്ത് വെച്ച് മൂർഖൻ ഷാജിയുടെ സംഘവും എതിർ സംഘവുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. തുടർന്ന് ശ്രീരംഗം പോലീസിന്റെ പിടിയിലായെങ്കിലും അവിടെ നിന്നും അതിവിദഗ്ധമായി ഇയാൾ രക്ഷപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് മൂർഖൻ ഷാജിയുടെ ലഹരിമരുന്ന് സാമ്രാജ്യം. കൊടൈക്കനാലിലും ദിണ്ടിഗലിലുമെല്ലാം ഇയാൾക്ക് റിസോർട്ടും സ്ഥലങ്ങളും വീടുകളും ഉണ്ടെന്നാണ് വിവരം. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ ലഹരിമരുന്ന് കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടന്ന കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. കോഴിക്കോട് നടക്കാവ് കൊട്ടാരം റോഡിലെ സിത്താരയിൽ വജ്രവും മരതകവും പിടിപ്പിച്ച ആഭരണങ്ങളും സ്വർണവും ഉൾപ്പെടെ 26 പവനാണ് മോഷണം പോയത്. MDയും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്താണ് മോഷണം നടന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിവിധ ജോലികൾക്കായി വീട്ടിലെത്തിയവരെയും ഹോം നഴ്സുമാരെയും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. സെപ്റ്റംബർ 22-നും 30-നും ഇടയിലാണ് സംഭവം നടന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അലമാരി പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത്. 3 മാല, വള, കമ്മൽ, ഡയമണ്ട് കമ്മലും ലോക്കറ്റും മരതകം പതിച്ച ലോക്കറ്റുമാണ് മോഷ്ടിക്കപ്പെട്ടത്. ബാങ്ക് ലോക്കറിലുണ്ടെന്ന് കരുതി ലോക്കറിൽ പരിശോധന നടത്തിയെങ്കിലും കാണാതായതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മോഷ്ടാക്കൾ അലമാര കുത്തിപ്പൊളിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. അലമാരയുടെ സമീപത്തുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് സ്വർണം മോഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവിധ ജോലികൾക്കായി വീട്ടിലെത്തിയവരെയും ഹോം നഴ്സുമാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ന്യൂസ് 18 കോഴിക്കോട്. സിനിമാ കഥകളെ പോലും വെല്ലുന്ന ആസൂത്രണം. കവർച്ചയ്ക്കായി ഫ്ലൈറ്റിലും റോഡ് മാർഗവും യാത്ര. തൃശൂരിലെ ATMകളിൽ കവർച്ച നടത്താൻ പ്രതികൾ നടത്തിയ പദ്ധതികൾ പോലീസിനെ പോലും അമ്പരപ്പിച്ചു. ഹരിയാനയിലെ മേവാദ് സംഘം ഇവിടെ എത്തിയത് വൻ ആസൂത്രണത്തോടെ എന്നാണ് വിവരം. ഈ മാസം 25-ന് മോഷ്ടാക്കൾ തമിഴ്നാട്ടിലേക്ക് എത്തിയത് 3 സംഘങ്ങളായിട്ടാണ്. 7 പേരടങ്ങുന്ന കവർച്ചാ സംഘം 26-ന് കോയമ്പത്തൂരിൽ നിന്ന് ട്രക്കിൽ കാർ കയറ്റി പാലക്കാട് വഴി തൃശൂർ മണ്ണുത്തിയിലെത്തി. പിന്നീട് കവർച്ചാ പരമ്പരയാണ് ലക്ഷ്യമിട്ടത്. തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ 5 പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സുബൂർ ഖാൻ, സൌഖിൻ എന്നീ പ്രതികൾ ഫ്ലൈറ്റ് മാർഗമാണ് ഹരിയാനയിൽ നിന്ന് കോയമ്പത്തൂരിൽ എത്തിയത്. മുഹമ്മദ് ഇക്രം, ഇർഫാൻ സാക്കൂർ, ഹസാർ അലി എന്നിവർ കാറിൽ കോയമ്പത്തൂരിലെത്തി. ഡൽഹിയിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രക്കുമായി എത്തിയത് ജുമൈദീൻ ഹമീദും ക്ലീനർ മുബാറക്കുമാണ്. 7 പേരടങ്ങുന്ന കവർച്ചാ സംഘം 26-ന് ഒന്നിച്ചത് കോയമ്പത്തൂരിൽ വെച്ചാണ്. ഇവിടെ വെച്ച് കാർ ട്രക്കിൽ കയറ്റിയ സംഘം കോയമ്പത്തൂർ പാലക്കാട് വഴി തൃശൂർ മണ്ണുത്തിയിലെത്തിയെന്നും പോലീസ് പറയുന്നു. ഇവിടെ കാർ പുറത്തിറക്കിയ സംഘം ഗൂഗിൾ മാപ്പ് നോക്കി മാപ്രാണത്തും ഷൊർണൂർ റോഡിലും കോലഴിയിലുമെത്തി കവർച്ച നടത്തി. കവർച്ചയുടെ പ്രധാനാസൂത്രകൻ മുഹമ്മദ് ഇക്രമാണ്. മറ്റൊരു ATM കവർച്ചാ കേസിൽ ഹരിയാനയിലെ ജയിലിൽ നിന്നും 2 മാസം മുൻപാണ് ഇയാൾ ശിക്ഷ കഴിഞ്ഞിറങ്ങിയത്. ഹരിയാനയിലെ മേവാദ് എന്ന പ്രദേശത്ത് ഇവരുൾപ്പെടുന്ന കവർച്ചാ സംഘത്തിൽ 500-ലധികം ആളുകളുണ്ട്. 7-അംഗ കവർച്ചാ സംഘത്തിലെ എല്ലാവരും പഴയ ATMകൾ തകർത്ത് മോഷണം നടത്താൻ പരിശീലനം നേടിയവരാണ്. മോഷണം നടന്ന് 1 മണിക്കൂറിനകം പ്രതികളെ ട്രാക്ക് ചെയ്തതായും കേരള പോലീസ് അവകാശപ്പെടുന്നു.
പന്നിയങ്കര ടോൾ പ്ലാസ പിന്നിട്ട ലോറിയുടെ ചിത്രം കേരള പോലീസ് തമിഴ്നാട് പോലീസിന് കൈമാറിയിരുന്നു. തുടർന്ന് നാമക്കൽ കുമാരപാളയത്ത് തമിഴ്നാട് പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ലോറി ഡ്രൈവർ ജുമൈദീൻ ഹമീദ് കൊല്ലപ്പെട്ടത്. പോലീസിനെയും നാട്ടുകാരെയും ആക്രമിക്കാൻ ശ്രമിച്ച പ്രതികൾക്ക് നേരെ വെടിയുതിർത്തത് കുമാരപാളയം ഇൻസ്പെക്ടർ പാവമണിയാണ്. വെടിയേറ്റ കാൽ മുറിച്ചുമാറ്റേണ്ടി വന്ന 6ാം പ്രതി ഹസാർ അലിയെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ നിന്നും സേലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ജയിൽ വാർഡിലേക്ക് മാറ്റി. കേരളത്തിലെത്തിച്ച 5 പ്രതികളെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. ഡിവൈഎസ്പി സലീഷൻ ശങ്കർ, ഈസ്റ്റ് SHO MJ ജിജോ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സംഘത്തിൽ നിന്നും പിടിച്ചെടുത്തത് 67.02 ലക്ഷം രൂപയെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കണ്ടെയ്നർ ലോറിയിൽ കയറ്റി ഒളിപ്പിച്ച കാറിൽ നിന്നുമാണ് പണം കണ്ടെടുത്തത്. ഇതിനിടെ ATM കവർച്ചാ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ഹൈദരാബാദ് പോലീസ് സേലം ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹൈദരാബാദിൽ നടന്ന ATM കവർച്ചാ ശ്രമത്തിൽ പ്രതികൾക്ക് പങ്കുണ്ടെന്ന് കാണിച്ചാണ് അപേക്ഷ നൽകിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന ATM കൊള്ളയിലും സംഘത്തിന് ബന്ധമുണ്ടെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ. ദീർഘദൂര സർവീസ് നടത്തുന്ന ലോറി ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക്, രാത്രി സമയങ്ങളിൽ ഒരൽപ്പം വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ നിങ്ങൾ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലോറിയുടെ താക്കോൽ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ ഇടുക്കി കുട്ടിക്കാനത്തുണ്ടായതുപോലുള്ള മോഷണങ്ങൾ സംഭവിക്കാം. ഡ്രൈവർ ചായ കുടിക്കാനായി ലോറി നിർത്തിയിട്ടപ്പോഴാണ് ലോറിയുമായി മോഷ്ടാവ് കടന്നുകളഞ്ഞത്. അമിത വേഗതയിൽ പോയ ലോറി കൊടും വളവിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞതോടെ മോഷ്ടാവ് പിടിയിലായി. കൊയിലാണ്ടി സ്വദേശിയായ നിമേഷ് വിജയനാണ് ലോറിയുമായി കടന്നുകളഞ്ഞത്. തമിഴ്നാട്ടിലെ തേനിയിൽ നിന്നും ചോളത്തട്ടയുമായി തിരുവല്ലയ്ക്ക് പോയ ലോറിയാണ് മോഷ്ടിച്ച് കടത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. കുട്ടിക്കാനത്ത് ചായ കുടിക്കാനായി ഇറങ്ങിയ ജീവനക്കാർ ലോറിയുടെ എഞ്ചിൻ ഓഫാക്കാതെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെളിയിലിറങ്ങി. ഇവർ ചായ കുടിക്കവേ ലോറിയിൽ കയറിയ മോഷ്ടാവ് ലോറി ഓടിച്ചു പോവുകയായിരുന്നു. ഇറക്കത്ത് കിടന്ന ലോറിയുടെ ഹാൻഡ് ബ്രേക്ക് റിലീസായതാണെന്ന് വിചാരിച്ച ഡ്രൈവർ അടുത്തുള്ളവരുടെ സഹായം തേടി. പെട്ടെന്ന് ലോറിയുടെ വേഗത വർദ്ധിച്ചതോടെയാണ് മോഷണമാണെന്ന് മനസ്സിലായത്. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന നെടുങ്കണ്ടം സ്റ്റേഷനിലെ അനീഷ്, അക്ഷയ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ലോറിയെ പിന്തുടർന്നു. അമിത വേഗതയിൽ പോയ ലോറി കൊടുംവളവിൽ മറഞ്ഞുകിടക്കുകയായിരുന്നു. സമീപത്ത് പൊന്തക്കാട്ടിൽ ഒളിച്ചുനിന്ന മോഷ്ടാവിനെ ഇവർ രണ്ടുപേരും ചേർന്ന് പിടികൂടി പീരുമേട് പോലീസിന് കൈമാറി. കുട്ടിക്കാനത്ത് ഗ്ലാസ് പണി ചെയ്തുവരുന്ന സുഹൃത്തുക്കളെ കാണാനെത്തിയതാണ് പ്രതി നിമേഷ്. ഇയാളുടെ പേരിൽ കൊയിലാണ്ടി പോലീസ് 6 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും നിമേഷ് പ്രതിയാണ്. പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും മാത്രം ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്ന നിരവധി സംഘങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൽ പ്രധാനികളാണ് മലപ്പുറം മങ്കേരി സ്വദേശി കബീറും പൊന്മുണ്ടം സ്വദേശി ജബ്ബാറും. കഴിഞ്ഞ ദിവസം വളാഞ്ചേരി വെണ്ടല്ലൂരിലെ ഒരു ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കേസിലാണ് ഇരുവരും പിടിയിലായത്. ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ കേസിൽ പ്രതികളെ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. പറമ്പത്തുകാവിലെ ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ കേസിൽ ഇരുമ്പിലിയം മങ്കേരി സ്വദേശി മാതാ കബീർ എന്ന കബീർ, പൊമ്മുണ്ടം സ്വദേശി ജബ്ബാർ എന്നിവർ പിടിയിലായിരുന്നു. വളാഞ്ചേരി പോലീസ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി.
പ്രതികൾ മോഷണം നടത്തിയ രീതിയും മറ്റും പോലീസിനോട് വിവരിച്ചു. SI അമീർ അലിയുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സെപ്റ്റംബർ 11-നാണ് വെണ്ടല്ലൂർ പറമ്പത്തുകാവ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. അമ്പലമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ചായിരുന്നു മോഷണം. 10,000 രൂപയോളമാണ് മോഷ്ടാക്കൾ കവർന്നത്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് വളഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് ക്ഷേത്ര പരിസരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് 18 തിരൂർ. വഴിത്തർക്കത്തെ തുടർന്ന് ക്വാറി ഉടമ വീട്ടിൽ കയറി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് കാരശ്ശേരിയിലെ നൌഷാദിന്റെ വീട്ടിലായിരുന്നു ആക്രമണം. ആദമ്പാടി കോണിച്ചാൽ റോഡിലൂടെ ക്വാറിയിലേക്ക് ലോറി പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം. ക്വാറി ഉടമ സൽമാനും കണ്ടാലറിയാവുന്ന 5 പേരും വീട്ടിൽ കയറി മർദ്ദിക്കുകയായിരുന്നുവെന്ന് നൌഷാദിന്റെ പരാതിയിൽ പറയുന്നു. അതേസമയം നാട്ടുകാർ ചേർന്ന് മർദ്ദിച്ചെന്നാരോപിച്ച് ക്വാറി ഉടമയും പോലീസിൽ പരാതി നൽകി. വീതി കുറഞ്ഞതും നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്നതുമാണ് കാരശ്ശേരി പഞ്ചായത്തിലെ ആദാമ്പാടി തോണിച്ചാൽ റോഡ്. ഇതുവഴി സെൽവ ക്രഷർ ആൻഡ് മെഡിക്കൽസിലേക്ക് ലോറികൾ പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. ക്രഷർ ഉടമ സൽവാനും കണ്ടാലറിയാവുന്ന 5 പേരും പ്രദേശവാസിയായ നൌഷാദിനെ വീട്ടിൽ കയറി മർദ്ദിച്ചെന്നാണ് പരാതി. നൌഷാദ്, ഭാര്യ സെൽമ, 1.5 വയസ്സുകാരൻ മകൻ, മാതാവ് മൈമൂന, സഹോദരൻ സക്കീർ, ഇയാളുടെ ഭാര്യയും ഗർഭിണിയുമായ അബിൻ ഷാ എന്നിവരെ മർദ്ദിച്ചെന്നാണ് പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റവർ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ചികിത്സ തേടി. ഉമ്മനെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ കയറി ഇവര് ഉമ്മനെയും മറ്റേ പെണ്ണുങ്ങളെയും കുട്ടീനൊക്കെ തട്ടിട്ട് ഇവിടെ മകനോട് പറഞ്ഞാൽ കയ്യും കാലും കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു എത്തിയപ്പോൾ ഞാൻ വണ്ടിക്കാരെ കണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പോലെ കണ്ട് ചോദിച്ചപ്പോൾ ഒരു 5-6 ആൾ കൂടി വന്ന് നമ്മളെ തല്ലാന്ന് തല്ലി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അത് 10ഓളം ആൾക്കാർക്ക് പരിക്കുണ്ട്. അങ്ങോട്ടും കയ്യിന് പരിക്കുണ്ട്, കാലിനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയായി കച്ചറായി മാറി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് 1 വർഷത്തോളമായി അടഞ്ഞുകിടക്കുകയായിരുന്നു ക്വാറി. ഉടമകളെത്തി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് മുക്കം പോലീസ് സ്ഥലത്തെത്തുകയും ക്വാറിയിൽ നിന്നും ലോഡുമായി വന്ന ലോറികൾ കടത്തിവിടുകയും ചെയ്തു. വീണ്ടും ഉച്ചയോടെ ക്വാറിയിലേക്ക് ലോഡ് എടുക്കാൻ ലോറി വന്നതോടെ നാട്ടുകാർ തടയുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. ഈ സമയത്ത് നൌഷാദിന്റെ വീട്ടിൽ കയറി ആക്രമിച്ചെന്നാണ് പരാതി. പഞ്ചായത്ത് 10 മാസം മുൻപ് ഈ റോഡിലൂടെ വലിയ വാഹനങ്ങൾ പോകുന്നത് നിരോധിച്ചിരുന്നതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. അവർ കോറിക്കാരുടെ ശൈലിയിൽ വീണ്ടും ഉണ്ടായി സംവിധാനം പ്രവർത്തനം തുടങ്ങി. അതിന്റെ ഫലമാണ് ഇപ്പം ഇവിടെ ഈ കുടുംബങ്ങൾക്ക് വന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ മെമ്പർ വരെ ഉൾപ്പെട്ടതാണ് നമ്മുടെ കമ്മിറ്റിയിലുള്ള. ഇങ്ങനെല്ലാം ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അതേസമയം റോഡ് വീതി കൂട്ടുന്നതുവരെ താൽക്കാലികമായി 6 മാസത്തേക്ക് പഞ്ചായത്ത് അനുമതി നൽകിയതിനെ തുടർന്നാണ് ക്രഷർ പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് ഉടമകളുടെ വാദം. അനുമതിയോടുകൂടി കൊണ്ടുപോയ ലോഡ് തടഞ്ഞതോടെ ലോറി ഡ്രൈവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വിവരം തിരക്കാൻ ചെന്നപ്പോൾ കുറച്ചാളുകൾ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ക്വാറി ഉടമ സൽവാൻ പറഞ്ഞു. ഇയാളും ലോറി ഡ്രൈവറും മുക്കം KMCT മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 മുക്കം. BJPയെയും സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെയും സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടിയ സംഭവമായിരുന്നു മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ്. 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BSP സ്ഥാനാർത്ഥി K സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ കോഴ നൽകിയെന്നായിരുന്നു പരാതി. ആ കേസിൽ K സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരെ കോടതി കുറ്റവിമുക്തരാക്കി. കേസ് രാഷ്ട്രീയപ്രേരിതമായി കെട്ടിച്ചമച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യപ്രതിയായ K സുരേന്ദ്രൻ ഉൾപ്പെടെ നൽകിയ വിടുതൽ ഹർജിയിലാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി.
മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കം മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടത്. കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന് കാട്ടി മുഖ്യപ്രതി കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നൽകിയ വിടുതൽ ഹർജിയിൽ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെയാണ് വിധി. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന് വ്യക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരും കോടതിയിലെത്തിയിരുന്നു. കേസ് ആസൂത്രിതമായി കെട്ടിച്ചമച്ചതായിരുന്നെന്നും ഒടുവിൽ സത്യം വിജയിച്ചെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. വളരെ ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കള്ളക്കേസാണിത്. ഗൂഢാലോചനയിലൂടെയാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കേസിന് ആസ്പദമായിട്ടുള്ള സുന്ദര കേസ് തന്നെ, അങ്ങനെ ഒരു കേസ് തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് LDFന് വേണ്ടി ഇവിടെ മത്സരിച്ച VV രമേശ് കൊടുത്ത ഒരു കേസാണ്, സുന്ദര കൊടുത്ത ഒരു കേസല്ല. പിന്നീട് സുന്ദരയെ വിളിച്ച് ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു. എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്നേക്കുമായി അയോഗ്യനാക്കാൻ വേണ്ടിയും BJPയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇവിടെ കെട്ടിച്ചമച്ചത്. വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട്. CPMന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്. വിചാരണ നേരിടേണ്ട സാഹചര്യമില്ലെന്ന് കോടതി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിധിയെന്നും ഇതിൽ യാതൊരുവിധ കെട്ടിച്ചമക്കലും ഇല്ലെന്നും സുരേന്ദ്രന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കെ ശ്രീകാന്ത് പറഞ്ഞു. പ്രൈമ ഫേസിയ തന്നെ നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടിരിക്കുകയാണ്. ഒരു വിചാരണക്ക് പോലും പോയി വിചാരണ നേരിടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് കോടതി ഡിസ്ചാർജ് പിറ്റീഷൻ അനുവദിച്ചിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BSP സ്ഥാനാർത്ഥി കെ സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും കോഴ നൽകിയെന്നാണ് കേസ്. മൊഴിയെടുക്കലിൽ താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതെന്ന് സുന്ദര പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റംബറിൽ പ്രതികൾ കോടതിയിൽ വിടുതൽ ഹർജി സമർപ്പിച്ചത്. അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പരാതിക്കാരനായ VV രമേശൻ വ്യക്തമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം പെരുമാതുറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും 4 വയസ്സായ കുട്ടിക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്തതായി പരാതി. വീട്ടുകാർ DMO, ജില്ലാ കളക്ടർ, ആരോഗ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകി. ഗാർഹിക പീഡനത്തിനെതിരെയുള്ള കോടതി ഉത്തരവ് നിലനിൽക്കെ വീട്ടിൽ കയറി ഭാര്യയെയും ഭാര്യ മാതാവിനെയും മർദ്ദിച്ച പ്രതിയെ ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് വെള്ളനാട് കണ്ണമ്പള്ളി സ്വദേശി സജീവ് കുമാർ. തൃശൂർ വരവൂർ പിലാക്കാട് വയലിൽ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ച നിലയിൽ. എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശികളായ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. കാട്ടുപന്നിക്കൊരുക്കിയ വൈദ്യുത കെണിയിൽ തട്ടിയെന്ന് നിഗമനം. തൃശൂർ കുന്നംകുളം ചാവക്കാട് പാതയിൽ നിന്ന് 20 കിലോ കഞ്ചാവും 2 കിലോ ഹാഷിഷ് ഓയിലും പിടിച്ചു. സംഭവത്തിൽ 4 പേർ കസ്റ്റഡിയിൽ. ഒറ്റപ്പാലത്ത് ബാർ ഹോട്ടലിലെ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റ കേസിൽ 4 പേർ അറസ്റ്റ്. തോട്ടക്കര പറയങ്കണ്ടത്തിൽ മജീദിന് കുത്തേറ്റ കേസിലാണ് അറസ്റ്റ്. പിടിയിലായത് സക്കീർ ഹുസൈൻ, അബ്ബാസ്, ഷബീർ അലി, നിഷിൽ എന്നിവർ. മലപ്പുറം കോട്ടയ്ക്കൽ ചിനക്കലിൽ വീട്ടിൽ നിന്ന് 12 പവൻ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നു. മോഷണം നടന്നത് ചിനക്കൽ കൊന്നക്കൽ അസന്റെ വീട്ടിൽ. ബിസിനസ്സുകാരന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന പരാതിയിൽ കുപ്രസിദ്ധ കുറ്റവാളി കാക്കരഞ്ജിത്തിന്റെ കൂട്ടാളികളായ 2 പേർ കൊടുവള്ളിയിൽ അറസ്റ്റിൽ. തൃശൂർ സ്വദേശികളായ അക്ബർ, അൻസാർ എന്നിവരാണ് പിടിയിലായത്. ജർമ്മനിയിൽ കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി നാട്ടിൽ വിവരം ലഭിച്ചു. മാവേലിക്കര സ്വദേശി ആദം ജോസഫ് കാവുമുഖത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിക്കാലത്തുണ്ടാകുന്ന ദുരനുഭവങ്ങൾ പല കുഞ്ഞുങ്ങളെയും മാനസികമായി തകർക്കാറുണ്ട്. ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും ലൈംഗിക ചൂഷണം നേരിട്ട കുട്ടികൾ പേടി കാരണം പലപ്പോഴും അതൊന്നും പുറത്തു പറയാറില്ല. മലപ്പുറം എടക്കരയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയും താൻ നേരിട്ട ലൈംഗിക പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് 5 വർഷത്തിന് ശേഷമാണ്.
2018 പെൺകുട്ടിയെ അയൽവാസി ചൂഷണം ചെയ്തത്. അന്നത്തെ ആ കേസിൽ 2023 പോലീസ് എടക്കര സ്വദേശി അഷ്റഫിനെ അറസ്റ്റ് ചെയ്തതാണ്. ഒടുവിൽ പ്രതിക്ക് കോടതി ശിക്ഷയും വിധിച്ചിരിക്കുന്നു. പ്രതി അഷ്റഫ് 30 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും 1.5 ലക്ഷം രൂപ പിഴ അടക്കണമെന്നുമാണ് വിധി. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.